ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ടീം അംഗങ്ങളെ, ക്യാപ്റ്റൻ ഉൾപ്പെടെ എന്നെ ഉൾപ്പെടെ സ്വീകരിക്കുവാൻ ഇവിടെ എത്തിയ മുഴുവൻ സഖാക്കളെയും സഹോദരന്മാരെയും മാതാപിതാക്കളെയും ഹൃദയം കൊണ്ട് എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെല്ലുന്നു. എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ നേർന്നുകൊള്ളുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഞാനത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഇന്നലെയും ആ ഉദ്ഘാടന ചടങ്ങിൽ പറയുകയുണ്ടായി. ഈ ജാഥയുടെ വിജയം അവിടെ നിന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ തുടക്കം മാത്രമല്ല വിജയമായിരുന്നത്, ഈ യാത്ര തന്നെ വിജയമായിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല സൂചിപ്പിക്കുന്നത്, ഒരു തുടർഭരണത്തിലേക്ക് മൂന്നാം ഇടത് സർക്കാരിന്റെ ഇടത് സർക്കാർ ഭരണത്തിലേക്ക് വരുന്ന ആ പ്രഖ്യാപനമാണ് ഈ ജാഥയിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത്. സാറേ, നമുക്ക് എല്ലാവർക്കും അറിയാം, നിരവധി വികസന പദ്ധതികളൊക്കെ നമ്മൾ നടപ്പിലാക്കിയുണ്ടായി. ഒരു കാര്യമുള്ളത്, ചരിത്രത്തിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും AKG എന്ന് പറയുന്ന വ്യക്തി പാവങ്ങളുടെ പടത്തലവൻ എന്ന് പറയാറുണ്ട്. EMS തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രനാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കേരളം നാളത്തെ ചരിത്രം എഴുതുമ്പോൾ നവകേരളത്തിന്റെ ശില്പി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമുള്ളൂ, അത് സഖാവ് പിണറായി വിജയൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജാഥകള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രദേശത്തിൽ കൂടെ വന്ന് ചില വാഗ്ദാനങ്ങൾ കൊടുത്തു. ആ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റി 2021 ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഇവിടെ യാത്ര നടത്തി. ജനങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് പ്രകടന പത്രികയിൽ അതെല്ലാം ഉൾപ്പെടുത്തി. ആ വാഗ്ദാനങ്ങളെല്ലാം 2026 ആയപ്പോൾ ഏതാണ്ട് 96% പൂർത്തിയാക്കി അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇത് പറയുമ്പോഴും ഞാൻ കാണുന്ന വലിയ ഒരു പ്രത്യേകതയുണ്ട്. ഈ വികസനത്തിനെയൊക്കെ പറ്റി സംസാരിക്കുമ്പോഴും ഇതെല്ലാവർക്കും പ്രയോജനമാണ്. പക്ഷെ ഒരു സാധാരണക്കാരനെ പറ്റി ചോദിക്കുമ്പോൾ, അവരോട് ചോദിക്കുമ്പോൾ അവര് നോക്കുന്ന എന്ത് വികസനമാണ് എനിക്ക്, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ കുടുംബത്തിന് ഏറ്റവും പ്രധാനമായി സ്പർശിച്ചത് എന്ന് നോക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല. അവർ പറയും, ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും ആശ്വാസം ആയി നിൽക്കുന്നത് ക്ഷേമ പെൻഷനാണെന്ന് പറയും. ഞാൻ പലരോടും പല രീതിയിലും ഈ വികസന പദ്ധതികളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം പറയുന്ന ഒരു കാര്യം, സാധാരണക്കാർ ഇതെല്ലാം ആവശ്യമുള്ളതാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മറ്റൊന്നുമല്ല, ക്ഷേമ പെൻഷനാണ്. അല്പം ആശ്വാസമാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് 1980 അന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുവാൻ ധനകാര്യമന്ത്രി മുന്നോട്ട് വന്നപ്പോൾ, സാധാരണ രീതിയിൽ ഒരു ബഡ്ജറ്റ് അവതരിക്കുമ്പോൾ അതിന്റെ തലേ ദിവസം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ചെന്ന് അവിടെ ഈ ബഡ്ജറ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു കേൾപ്പിക്കും. ആ വായിച്ചു കേൾപ്പിക്കുന്നത് ഒരു കസ്റ്റമറിയാണ്. എല്ലാ ബഡ്ജറ്റുകളും എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. അങ്ങനെ വായിച്ച് തലേ ദിവസം വൈകിട്ട് വായിച്ചു കേൾപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് തോന്നുകയാണ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കണം, ഇറക്കണം, അല്ലെങ്കിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അതേപടിക്ക് ചെയ്യും. അങ്ങനെ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇടയ്ക്ക് അന്നത്തെ മുഖ്യമന്ത്രി ഏറ്റുനിന്ന് ധനകാര്യമന്ത്രിയെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ വായിച്ച ആ പദ്ധതി കേരളം ഉള്ളിടത്തോളം കാലം കേരളത്തിന്റെ ജനങ്ങൾ ഓർത്തിരിക്കും എന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ പദ്ധതി? ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു ക്ഷേമ പെൻഷൻ കൊടുത്തു കർഷക തൊഴിലാളികൾക്ക്, വെറും 45 രൂപ. അന്നത്തെ മുഖ്യമന്ത്രി ആരാന്നറിയണ്ടേ? അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് EK നായനാരായിരുന്നു. അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ KM മാണിയായിരുന്നു. അന്ന് ഏത് മുന്നണിയായിരുന്നു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു അന്ന് 1980. അതിനുശേഷം ഇതൊരു ഉദാഹരണം മാത്രം പറഞ്ഞു എന്നുള്ളതാണ്.
റബ്ബറിന് വില വേണോ? ഞങ്ങൾക്കൊരു രാഷ്ട്രീയ നേട്ടം വേണം. ഇല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ തകർന്നോട്ട്. തകരില്ല. ഈ സർക്കാർ തകർക്കാൻ അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ രാഷ്ട്രീയവും ജനങ്ങളിൽ കൊണ്ട് എത്തിക്കുവാൻ ഇവിടെ വന്നിരിക്കുന്ന നല്ലവരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന നേതാക്കന്മാരുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് എന്നോടൊപ്പം ക്യാപ്റ്റനോടൊപ്പം യാത്ര ചെയ്യുന്ന ടീം അംഗങ്ങളുണ്ട്. ആ ടീം അംഗങ്ങളുടെ പേരിൽ നിങ്ങളെ എല്ലാവർക്കും നന്ദി നേർന്നുകൊണ്ട് ഒരു വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.